എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടെന്നേ യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ടെന്നേ യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഞങ്ങളുടെ കണ്ണുകളൊക്കെ കണ്ണുകളെ അങ്ങയുടെ കണ്ണിലെ കൃപയും കടാക്ഷവും ഞങ്ങളുടെ ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ശൗൽ ശമൂവേലിനോട്, ഞാൻ യഹോവയുടെ കൽപ്പന അനുസരിച്ച് യഹോവ എന്നെ അയച്ച വഴിക്ക് പോയി അമാലേക്ക് രാജാവായ ആഗാഹിനെ കൊണ്ടുവന്ന് അമാലേക്കരെ നിർമൂലമാക്കി കളഞ്ഞു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയുടെ എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ സ്നേഹവന്ദനം. കൽപ്പന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യണം എന്ന വിഷയമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. കൂടപ്പുറപ്പുകളെ, ദൈവത്തിന് പ്രസാദകരം ഏത്, പ്രസാദകരമല്ലാത്തത് ഏത് എന്ന് തിരിച്ചറിയുക എന്നത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്, വിളിയുള്ള ഒരുവനെ സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു വിഷയമാണ് എന്ന് തിരുവചനം നമ്മെ ശക്തമായി പഠിപ്പിക്കുന്ന സത്യമാണ്. നാം ദൈവനാമത്തിൽ ചെയ്യുന്നത് ദൈവത്തിന് സന്തോഷകരമാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. എന്നാൽ നാം ചെയ്യുന്നതെല്ലാം ദൈവത്തിന് സന്തോഷമാകുന്നതല്ല എന്നുള്ളതാണ് വാസ്തവം. ദൈവം കൽപ്പിക്കുന്നത് അതുപോലെ തന്നെ നാം ചെയ്യുന്നതാണ് ദൈവത്തിന് പ്രസാദകരമാകുന്ന പ്രവൃത്തി. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതൽ തൻ്റെ ജീവിതത്തിൽ ദൈവം കൽപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ദൈവം നിശ്ചയിച്ച സമയത്ത് ചെയ്യുന്നവനാകും. അത് തൻ്റെ ഇഷ്ടം പോലെ തൻ്റെ സമയത്ത് ചെയ്യുന്നവനായാൽ അതിൽ ദൈവനാമ മഹത്വത്തിനായി ഒന്നും ഉണ്ടാകുകയില്ല. തന്നെയുമല്ല, ദൈവ കോപത്തിനിടയാകുകയും ചെയ്യും. ദൈവ ഇഷ്ടമാകണം നമ്മുടെ ഇഷ്ടം. നമ്മുടെ ഇഷ്ടം ദൈവത്തിന് ഇഷ്ടമാകണമെന്ന് നാം ശഠിക്കുന്നത് ഒട്ടും ശരിയാകില്ല. നമുക്ക് നല്ലത് എന്ന് തോന്നുന്ന കാര്യം ദൈവ കണ്ണിൽ നല്ലതാകണമെന്നില്ല. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ ദൈവം കൽപ്പിക്കുന്ന വഴിയിലും കൽപ്പിച്ചിട്ടുള്ള രീതിയിലും ചെയ്താൽ അതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വെളിപ്പെടുവാനിടയാകും. ദൈവിക പ്രവർത്തനങ്ങളായാലും അത് നമുക്ക് തോന്നുന്നത് പോലെയല്ല, ദൈവം പറയുന്നത് പോലെ തന്നെ നാം ചെയ്യുന്നവരായി തീരുവാൻ
ജാഗ്രതയുള്ളവരായി തീരണം നാം ഓരോരുത്തരും. പ്രിയരെ, പഴയ നിയമത്തിലെ ഒന്നാമത്തെ രാജാവായി ദൈവം തിരഞ്ഞെടുത്ത ശൗലിന്റെ ജീവിതം ഇതിന് ഒരു ഉദാഹരണമാണ്. ദൈവം തിരഞ്ഞെടുത്തവൻ ശൗൽ ദൈവം തിരഞ്ഞെടുത്തവനാണ്. ദൈവം കൽപ്പിച്ച കാര്യം തനിക്ക് ബോധിച്ചതുപോലെ ചെയ്തപ്പോൾ ദൈവത്തിന് അത് അനിഷ്ടമായി തീർന്നു. ശൗൽ ചെയ്യേണ്ട കാര്യം ശമൂവേൽ പ്രവാചകനിൽ കൂടി ദൈവം ശൗലിനോട് വ്യക്തമായി പറഞ്ഞിരുന്നു. അതിങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: നീ ചെന്ന് അമാലേക്യരെ തോൽപ്പിച്ച് അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കി കളക. ഇത് ദൈവം ശമൂവേൽ പ്രവാചകനിൽ കൂടി ശൗലിനോട് പറഞ്ഞ കാര്യമാണ്. എന്നാൽ ശൗൽ അമാലേക്യരെ തോൽപ്പിച്ച് കളഞ്ഞെങ്കിലും അവർക്കുള്ളതിനെ നിർമൂലമാക്കി കളയാതെ അതിൽ തനിക്ക് ഇഷ്ടമുള്ളതിനെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് സ്വന്തമാക്കി. ആഗാഗ് എന്ന അമാലേക്യ രാജാവിനെയും ആട്, മാട്, തടിച്ച മൃഗം എന്നിവയിൽ മേൽത്തരമായവയെയും ഒക്കെ, കുഞ്ഞാടുകളെയൊക്കെ, ഉത്തമമായവയൊക്കെയും നിർമൂലമാക്കി കളവാൻ മനസ്സില്ലാതെ അതിനെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് ജീവനോടെ സൂക്ഷിച്ചു. തൻ്റെ സമ്പത്തായത് കൂട്ടി. ഉടൻ തന്നെ ദൈവം ശമൂവേൽ പ്രവാചകനെ ശൗലിന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. ശമൂവേൽ ശൗലിന് അടുക്കലെത്തിയപ്പോൾ ശൗൽ വളരെ സന്തോഷത്തോടെ പറഞ്ഞത്, എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ താൻ സാക്ഷ്യമായി പ്രഖ്യാപിച്ചത് ശമൂവേൽ പ്രവാചകനോട് പറഞ്ഞത്, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തീകരിച്ചിരിക്കുന്നു. കർത്താവ് ചെയ്യുവാൻ കൽപ്പിച്ചത് തനിക്കിഷ്ടമുള്ളത് മാത്രം ചെയ്തവനോട് ദൈവത്തിൻ്റെ ന്യായവിധിയെ ശമൂവേൽ പ്രവാചകൻ അപ്പോൾ പറഞ്ഞു കേൾപ്പിച്ചു. അത് ശമൂവേൽ പ്രവാചകൻ ശൗലിനെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ ശൗൽ തിരിച്ചു പറഞ്ഞത്, ദൈവത്തിന് യാഗമർപ്പിക്കുവാൻ വേണ്ടി ജനം കൂട്ടിക്കൊണ്ടു വന്നവയാണ് ഈ മൃഗങ്ങൾ. ഇത് കുറച്ചേ ഉള്ളൂ, ബാക്കിയെല്ലാം ഞാൻ നിർമൂലമാക്കി കളഞ്ഞു. ശമൂവേൽ പറഞ്ഞ മറുപടി, നീ യഹോവയുടെ കൽപ്പനയെ പൂർണ്ണമായി അനുസരിക്കാതെ കൊള്ളയ്ക്ക് ചാടി യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തിരിക്കുന്നു എന്നാണ്. ശൗലിന്റെ ന്യായവാദം, ഇത് യഹോവയ്ക്ക് യാഗം കഴിക്കാനുള്ളതാണ്. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ മൃഗങ്ങൾ യഹോവയ്ക്ക് കൊടുക്കാനുള്ളതാണ്, അവ എനിക്കുള്ളതല്ല. അവയെ ഞങ്ങൾ യാഗവസ്തുക്കളായി യഹോവയുടെ യാഗപീഠത്തിൽ അർപ്പിക്കും എന്നാണ് താൻ പറഞ്ഞത്. ഈ പറയുന്നത് കേട്ടാൽ ഏതോ നല്ല കാര്യം, ദൈവത്തിന് പ്രസാദമുള്ള കാര്യം താൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു, അതിനുവേണ്ടി ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ ശൗലിന്റെ സംസാരത്തിലെ ധ്വനി. എന്നാൽ ദൈവം അവൻ്റെ ഹൃദയത്തിലെ ചിന്തകളും നിരൂപണങ്ങളും കാണുകയും അറിയുകയും ചെയ്ത ദൈവമാണ്. ശമൂവേൽ പ്രവാചകൻ അത് ദൈവം വ്യക്തമാക്കി വെളിപ്പെടുത്തി കൊടുക്കുകയും ശമൂവേൽ അത് ശൗലിന്റെ മേൽ താൻ ചെയ്ത കുറ്റമായി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ശൗൽ പറഞ്ഞത്, അവയൊന്നും എനിക്ക് വേണ്ടിയല്ല, ആരാധനയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്, ദൈവസഭയുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. എത്രയേറെ നല്ല കാര്യമാണ് താൻ ചെയ്തത് എന്ന് തോന്നാമെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരമല്ലാത്തതിനാൽ അത് ഏറെ കുറ്റകരമായ കാര്യമാണ് എന്നിവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവിക വിഷയത്തോട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് ദൈവം അത് കൈക്കൊള്ളും. ദൈവത്തിന് അത് പ്രസാദകരമായിരിക്കും എന്ന ചിന്തയാൽ ചെയ്യുന്നതൊക്കെയും ദൈവത്തിന് പ്രസാദകരമാകില്ല എന്നുള്ളൊരു സത്യം ഈ അനുഭവത്തിൽ കൂടി, ശൗലിൻ്റെ ജീവിതത്തിലെ ഈ അനുഭവത്തിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് ദൈവസഭയെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ പ്രകാരം ദൈവത്തിന് പ്രസാദകരമാകുന്ന പ്രവൃത്തിയെ ഞാൻ ചെയ്യൂ എന്നുള്ള തീരുമാനത്തിലേക്ക് ദൈവമക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും വന്നെത്തിയെങ്കിലേ മതിയാകുകയുള്ളൂ. പ്രിയരെ, നമ്മുടെ സ്വന്തം കാര്യങ്ങളായാലും ദൈവിക കാര്യങ്ങളായാലും ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ദൈവത്തിന് സന്തോഷകരമാകും, പ്രതിഫലത്തിന് യോഗ്യമായി തീരും എന്ന് കരുതി ദൈവം കൽപ്പിക്കാത്തിടത്ത് നാം ദൈവം കൽപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കാത്ത സ്ഥലത്ത് അങ്ങനെയുള്ളതൊക്കെ നാം എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അല്ലെ അങ്ങനെയുള്ളത് കൊടുത്താൽ ദൈവം നമ്മോട് പറയുന്നതിന് വിപരീതമായോ ദൈവം പറയുന്നതിൽ കുറച്ചനുസരിക്കുകയും കുറച്ച് നിരസിക്കുകയും ചെയ്താലോ, നമുക്കിഷ്ടമുള്ളതുപോലെ അത് നിവർത്തിച്ചാലോ, നമ്മുടെ സമയത്ത് അത് നിവർത്തിച്ചാലോ അത് ദൈവത്തിന് പ്രസാദകരമാകുകയില്ല. അതിൻ്റെ അവസാനം അത് പ്രയാസകരമായും ദുഃഖകരമായും മാറും എന്നും നാം മനസ്സിലാക്കണം.
കൂടപ്പിറപ്പുകളെ, വിശ്വാസ ജീവിത നിലവാരത്തിൽ നമ്മുടെ സകല പ്രവൃത്തികളും ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരമായിരിക്കണം. ദൈവ വചനത്തിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കുന്നത് ദൈവം നിശ്ചയിച്ച വിധത്തിലും നിശ്ചയിച്ച സമയത്തും ദൈവം നമ്മോട് പറയുന്നത് പോലെയും ആയിരിക്കണം. വ്യക്തമായ മാർഗദർശനം ദൈവത്തിൽ നിന്ന് ലഭിച്ചു എന്ന് ബോധ്യമാക്കിയ ശേഷം മാത്രം കാര്യങ്ങൾ ചെയ്യുവാനിടയാകട്ടെ. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നമ്മുടെ കാര്യാദികൾ നാം ചെയ്താൽ നമ്മുടെ ജീവിതം ദൈവത്തിന് സൗരഭ്യവാസനയായി വിലയേറിയ യാഗമായി ദൈവം അംഗീകരിക്കും. അതിനെനിക്കിടയാകണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണം. അത് നിറവേറ്റുവാൻ, അത് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ബലപ്പെടുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, കൽപ്പന പോലെ തന്നെ നടക്കാൻ, കൽപ്പന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ, അങ്ങ് കൽപ്പിച്ചിട്ടുള്ളത് അങ്ങ് കൽപ്പിച്ച സമയത്ത് അങ്ങ് കൽപ്പിച്ച വിധത്തിൽ തന്നെ ചെയ്ത് അങ്ങയ്ക്ക് പ്രസാദകരമായ യാഗമാക്കി ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇഷ്ടമല്ല കർത്താവേ, ഞങ്ങളുടെ സമയമല്ല കർത്താവേ, ഞങ്ങളുടെ നിരൂപണങ്ങളുമല്ല, അങ്ങയ്ക്ക് പ്രസാദകരമായത് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു പൂർത്തീകരിച്ച് ദൈവത്തിന് മഹത്വം ഉയർത്തുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുമ്പോൾ അതിനുള്ള കൃപ, അതിനുള്ള ശക്തി എല്ലാം ഞങ്ങളുടെ മേൽ പകർന്നു തന്ന് ഞങ്ങളെ മാനിക്കണം, ഞങ്ങളെ വിടുവിക്കണം. അപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് ഇന്ന് പകലിൽ അവരുടെ ജീവിതത്തിൽ ദൈവവചനം അനുസരിക്കുന്നതിനുള്ള ബന്ധത്തിലും ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തിയോടെ ഉള്ള ബന്ധത്തിലും കർത്താവ് കൽപ്പിച്ചതുപോലെ കർത്താവ് കൽപ്പിച്ചിടത്ത് ചെയ്യുവാൻ അവരെ ഓരോരുത്തരെയും ശക്തീകരിച്ചാണ്. അപ്രകാരമുള്ള മറുപടികളും വിടുതലും അനുഭവിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, ദൈവസഭയിൽ സാക്ഷ്യം പറയാൻ എല്ലാവർക്കും ഇടയാക്കണം. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിനൂടെ നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. Loving